ഡിബേറ്റ് വിത്ത് മാധു സജി. ഒരു മിനിറ്റ്, ഇതെങ്ങോട്ടാണ് ഈ പോക്ക്? ഇത്ര പരസ്യമായൊരു മുഖ്യമന്ത്രി പോര് ഇതിനു മുൻപ് കണ്ടിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന ആത്മവിശ്വാസം ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഉണ്ടാകുന്നതിൽ ഒരു തെറ്റുമില്ല. ഡോക്യുമെന്ററി നിർമ്മാണം, റീൽ ഒരുക്കം, പ്രസംഗ പുസ്തകം, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു വശത്ത്. ഫലം വരും മുമ്പ് നിയുക്ത മുഖ്യമന്ത്രിക്ക് അഭിവാദ്യ ഫ്ലെക്സ് മറ്റൊരു വശത്ത്. തുറന്ന പിന്തുണയുമായി മുതിർന്ന നേതാക്കൾ വരെ. ഇനി ഇതൊക്കെ തെരഞ്ഞെടുപ്പിന് ശേഷമാണോ? പാർട്ടി ജയിക്കണമെന്ന് പണിയെടുത്തവർ തെരുവിൽ നിറഞ്ഞപ്പോൾ പട്ടിക വെട്ടിയും പടവെട്ടിയും ഡൽഹി കളികൾ. ജയിച്ചു വന്നാൽ തനിക്ക് വേണ്ടി കൈപൊക്കാൻ ആളെണ്ണം തികയ്ക്കാൻ കണക്കിലെ കളികൾ. പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ച് ആകെ നിറയുന്ന ആത്മവിശ്വാസം. 4-ാം തീയതി തിരിച്ചടിച്ചാൽ ആർക്കു പോയി? എന്നെ വിളിച്ചോ എന്ന് ഹൈക്കമാൻഡിലേക്ക് വിമാനം പിടിക്കുന്നവരും വനവാസത്തിന് പോകുന്നവരും ഞാനല്ലായിരുന്നല്ലോ എന്ന് കൈയൊഴിയുന്നവരും കഴിഞ്ഞാൽ കൈപ്പത്തി ചിഹ്നത്തിന് വോട്ടു തേടി വീട് കയറിയവർ ബാക്കിയാകും. അപ്പോഴും പ്രസ്ഥാനത്തെക്കുറിച്ച് അഭിമാനിക്കാൻ എന്തെങ്കിലും ഒന്ന് ബാക്കി വെച്ചേക്കൂ. നമ്മളോടൊപ്പം അതിഥികൾ ശ്രീ എൻ ശ്രീകുമാർ, കോൺഗ്രസ് സഹയാത്രികൻ, ശ്രീ എം ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ, ശ്രീ ജോർജ് പൊടിപ്പാറ, രാഷ്ട്രീയ നിരീക്ഷകൻ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, മാധ്യമപ്രവർത്തകൻ എന്നിവരാണ് നമ്മളോടൊപ്പം തത്സമയം ചർച്ചയിൽ. ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ ഔദ്യോഗിക പ്രതിനിധികളില്ല, സ്വാഭാവികമാണ്, ആഭ്യന്തര വിഷയമാണ് എന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമപ്രവർത്തകരും ഒക്കെ ആകട്ടെ ചർച്ചയിൽ എന്നത് നമ്മുടെ തീരുമാനവുമാണ്. ശ്രീ എൻ ശ്രീകുമാർ, ഇലക്ഷന് മുൻപ് നേതാക്കളുടെ ഒരു പ്രൊഫൈൽ ഫോട്ടോഷൂട്ട്, റീല്, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷെ ഇലക്ഷന് ശേഷം ഇതെന്താണ്? അപ്പൊ യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഇലക്ഷന് ശേഷമായിരുന്നോ? നോക്കൂ ശ്രീമതി മാധു, അതായത് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയ്ക്കുള്ള ഫലം വരുന്നതിന് വരെയുള്ള ചില ദിവസങ്ങളിൽ നേതാക്കൾ അവരുടേതായ ചില താല്പര്യങ്ങൾക്കൊക്കെ മുൻതൂക്കം കൊടുക്കാറുണ്ട്. ഒരു ചെറിയൊരു ഇടവേളയൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ കേരളത്തിലെ പ്രമുഖ നേതാക്കളൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിലെ തിരഞ്ഞെടുപ്പിന് പോയാലും ചില ഇടവേളകളൊക്കെ അവർക്ക് അവരുടെ ജീവചരിത്രവും അതുപോലെ അവരുടെ ചില ജീവിത മുഹൂർത്തങ്ങളൊക്കെ ചിത്രീകരിച്ച് വെക്കാനൊക്കെ താല്പര്യം കാണും. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിങ്ങളിത് റീൽസ് ആയാലും പോഡ്കാസ്റ്റ് ആയാലും അല്ലെങ്കിൽ ഡോക്യുമെൻ്ററി ആയാലും ഒക്കെ അത് വേറൊരു രീതിയിലേക്ക് കൂട്ടി ഇണക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. അത് തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരാൻ നീളുമ്പോൾ കോൺഗ്രസും യു ഡി എഫും അധികാരത്തിലെത്തും എന്ന ഒരു തോന്നൽ ഉണ്ടാകുമ്പോൾ ആ തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചില മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയൊക്കെ കണ്ടുവയ്ക്കുകയോ അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാൻ താല്പര്യമുള്ളവരാരാണ് എന്ന് ചിന്തിച്ച് അവരുടെ അനുയായികളിടുന്ന ഏതെങ്കിലും ഒരു വാട്സപ്പോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പോസ്റ്റോ ഒക്കെ എടുത്ത് നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അല്ലാണ്ട് ഇതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യവും ഇതിനില്ല. ഇതിൻ്റെ തുടക്കത്തിൽ ഈ ചർച്ച ഇതിനു മുമ്പ് നമ്മൾ കുറച്ചു കാലമായിട്ട് ഇത് തുടങ്ങിയിട്ട്, അപ്പോൾ ഇങ്ങനത്തെ ഒരു ചർച്ചയുടെ തുടക്കത്തിൽ ഇതൊരു അരോചകമായിരുന്നു. കാരണം പ്രവർത്തകർക്കിടയിൽ ഒരു അസ്വസ്ഥതയുണ്ടായി. കെ മുരളീധരൻ പറഞ്ഞ പോലെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞു, കാരണം റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ പിന്നീട് അതിന് വേറൊരു തലം വന്നു. എന്താണ് അത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യമാണ്. എന്താണ് ഇങ്ങനെ ഓരോരുത്തരും പറയുമ്പോഴും അവരവർക്ക് താല്പര്യമുള്ള നേതാക്കൾ മുഖ്യമന്ത്രി ആകണമെന്ന് കോൺഗ്രസിൻ്റെ താഴേക്കിടയിലുള്ള പ്രവർത്തകരും പ്രവർത്തകരല്ല നേതാക്കളാണ് പറയുന്നത്. അവർക്ക് അവരുടേതായ ചില താല്പര്യങ്ങളൊക്കെ കാണുമായിരിക്കും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഈ നേതാക്കൾക്കും തങ്ങളുടെ അനുയായികൾ തങ്ങളെക്കുറിച്ച് പറയുന്നതിൽ അവർ ആത്മസംതൃപ്തി കൊള്ളുന്നുണ്ടാകും. അത് ആരെ തടയൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഒരാളെയും തടയാറില്ല. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്, എന്നെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടുന്നത്, നിങ്ങൾക്ക് എന്താ അസൂയ എന്ന് ചോദിച്ചൊരു കാലമാണ് നമ്മൾ. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കൾ അതൊക്കെ ആസ്വദിച്ചിരിക്കുന്നുള്ള ശരിയാണ്. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ചർച്ച ചെയ്യുന്നത് മുഖ്യമന്ത്രിമാരാരാവണം. രമേശ് ചെന്നിത്തല, വി.ഡി. സതീശൻ, കെ.സി. വേണുഗോപാൽ, ഈ 3 പേരെക്കുറിച്ചാണല്ലോ ചർച്ച ചെയ്യുന്നത്. അതിൽ നമ്മളിപ്പോൾ കെ മുരളീധരനെ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഉൾപ്പെടുത്താം. ഇനി വേണമെങ്കിൽ നമുക്ക് മുതിർന്ന നേതാവ് കെ.സി. ജോസഫിനെ ഒക്കെ ഉൾപ്പെടുത്താം, കെ സുധാകരനെ ഉൾപ്പെടുത്താം. പക്ഷേ ചർച്ച 3 പേരിൽ ഒതുങ്ങി ഇല്ലേ? ഒരു മതേതര മുഖത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രൗഢിയോടെയുള്ള പ്രഭാപൂരത്തിൻ്റെ ഭാഗമാണ് ആ ചർച്ച. അതായത് കോൺഗ്രസ് ചർച്ച ചെയ്യുന്നത് അവരുടെ നേതാക്കൾ ഒരു തരത്തിലുള്ള കാര്യം നോക്കാതെ, അല്ലാതെ കേരളം ചർച്ച ചെയ്യുന്നല്ല, കോൺഗ്രസ്സുകാരാണ് ചർച്ച ചെയ്യുന്നത് ആരാണ് മുഖ്യമന്ത്രി എന്ന്. കോൺഗ്രസ്സുകാരുടെ ചർച്ചാ പട്ടികയിലാണ് ഈ 3 പേരുടെയും പിന്നെ വേണമെങ്കിൽ ഈ മറ്റുള്ളവരുടെയും ഒക്കെ പേരുകൾ വരുന്നത്. അങ്ങനെ ഒരു ചർച്ച അങ്ങേക്ക് തോന്നുന്നില്ല ഇത് ഇത്തിരി കടന്നു പോകുന്നുണ്ട് എന്നുള്ളത്? അല്ല, അതേ ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ തുടക്കത്തിൽ അങ്ങനെ തോന്നിയിരുന്നു.
പക്ഷേ ഇത് പിന്നീട് ഇപ്പൊ അങ്ങ് ശീലമായി. നിഷ്കളങ്കമായ ചർച്ചയായിട്ട് മാറുക എന്ന് വെച്ചാൽ അവരവരുടെ നേതാക്കളെ അതെ ശീലമായി, സത്യം ശീലമായി അവരവരുടെ നേതാക്കളെ പുകഴ്ത്തുകയാണ്. അത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീമതി മാധു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലാണെങ്കിലും അതുപോലെ പ്രചരണ മേഖലകളിലാണെങ്കിലും ശരി, ഒരു തരത്തിലുള്ള സാമുദായിക സംഘടനകളുടെയോ നേതാക്കളുടെയോ ഇടപെടലുണ്ടായില്ല. അതുകൊണ്ട് ഈ 3 നേതാക്കളുടെ പേര് ചർച്ച ചെയ്യുമ്പോൾ വേറെ ഒരു തരത്തിലുള്ള വേർതിരിവ് അതിൽ വരുന്നില്ല. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതൊരു മതേതര പാർട്ടിക്ക് മാത്രമേ അങ്ങനെ ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ. അത് വളരെ ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അതായത് 3 നേതാക്കളുടെ പേര് ഒരേ തരത്തിലുള്ള 3 നേതാക്കളുടെ പേരുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നടക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടക്കുന്ന ഈ വെല്ലുവിളിയിൽ മതേതരത്വമോ മറ്റെന്തെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളോ ഇല്ല. ഇതിൽ പ്രകടനപരത മാത്രമാണ് മനുഷ്യർക്ക് കാണാൻ കഴിയുന്നത്. ആരാണു കേമൻ എന്ന മത്സരം മാത്രം. അല്ല, അത് നമ്മൾ വ്യാഖ്യാനിക്കുകയല്ലേ. നോക്കൂ ശ്രീമതി മാധു, ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റിനെ കുറിച്ച് രമേശ് ചെന്നിത്തലയുടെ ഒരു സത്യാവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ആ ഒരു പോഡ്കാസ്റ്റ് മുൻപ് ഈ തെരഞ്ഞെടുപ്പ് കാലത്തിന് മുമ്പ് എന്ന് വെച്ചാൽ വോട്ടെടുപ്പിന് മുമ്പ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇറങ്ങേണ്ട ഒരു സംഗതിയായിരുന്നത്. കാരണം അത് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തിന് അതീതമായ മറ്റു മേഖലകളിൽ അറിയാമല്ലോ. അദ്ദേഹം ഈ ഗാന്ധി ഗ്രാമം, അതുപോലെ തന്നെ ലഹരി വിരുദ്ധം ഒരുപാട് കാര്യങ്ങൾ ഇടപെടുന്ന ഒരാളാണ്. അതുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നിർഭാഗ്യവശാൽ അതൊന്ന് ഇറങ്ങിയില്ല. പിന്നെ എന്താ വെച്ചാൽ പണം കൊടുത്തു പോയില്ലേ, അത് ഇറക്കണം. അത് ഇപ്പോൾ ഇറങ്ങിയോണ്ട് എന്താ ദോഷമൊന്നുമില്ലല്ലോ, ഗുണമുണ്ടോ? കാരണം ഇലക്ഷന് മുൻപായിരുന്നു നവകേരളത്തെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമായി കേരള യാത്ര എന്ന പോഡ്കാസ്റ്റ് ഉണ്ടായതെങ്കിൽ സ്വാഭാവികമാണ് ഒരു പ്രതിപക്ഷ നേതാവ് ഇലക്ഷന് മുൻപ് ഈ കേരളത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുമായി കേരള യാത്ര പോഡ്കാസ്റ്റ് നടത്തുന്നു. സ്വാഭാവികമാണ്. ഇലക്ഷന് ശേഷമാകുമ്പോഴാണ് അതിലെ താല്പര്യം, എന്തിനു വേണ്ടിയാണ് ആ ഫൈറ്റ് എന്നത് കൃത്യമായി പ്രകടമാകുന്നത്. ശ്രീ എൻ ശ്രീകുമാർ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഒരു സത്യാവസ്ഥ പറഞ്ഞാൽ ശ്രീമതി മാധു അത് ഉൾക്കൊള്ളുക. അതായത് ഈ രമേശ് ചെന്നിത്തലയുടെ പോഡ്കാസ്റ്റ് കൃത്യസമയത്ത് ഇറങ്ങിയില്ല. അതിപ്പോൾ ഇറങ്ങിയപ്പോൾ അത് ഇറങ്ങിക്കോട്ടെ. കാരണം ഹൈക്കമാൻഡ് ഇത് കണ്ടിട്ട് എന്തായാലും മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം രമേശ് ചെന്നിത്തല ആണെങ്കിലും KC വേണുഗോപാലാണെങ്കിലും VD സതീശനാണെങ്കിലും ഹൈക്കമാൻഡിന് മുമ്പിൽ കൃത്യമായിട്ട് അറിയാം, അവരെല്ലാവരും അറിയാം. പക്ഷേ ഈ 3 പേരിലും നമ്മൾ ചർച്ച ഒതുക്കുന്നുള്ളൂ. അത് ഒരു കാര്യം പറഞ്ഞാൽ എന്താ, ഒരു ലോക്സഭാ പ്രസംഗങ്ങൾ ഇറക്കുന്നു, അല്ലെങ്കിൽ സതീശൻ നിയമസഭാ പ്രസംഗങ്ങൾ ഇറക്കുന്നു. നോക്കൂ, മുതിർന്ന നേതാവായ പക്ഷെ അപ്പോഴാണെങ്കിൽ പോലും KC വേണുഗോപാൽ എവിടെ നിന്നാണ് ആ ചിത്രത്തിലേക്ക് വരുന്നത്? അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുണ്ടോ? അതോ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ് ആ ചിത്രം ഒരു ട്രയാങ്കിൾ സ്റ്റോറിയായി മാറുന്നത്? എങ്ങനെയാണ്? അപ്പൊ KC വേണുഗോപാൽ അവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നു. എങ്ങനെ? ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതല്ലേ ഉള്ളൂ. അപ്പോഴത്തേക്കും KC വേണുഗോപാലെ ഞാനല്ല പറയുന്നത്, അങ്ങ് പറയുന്ന ആ 3 പേരിലേക്ക് അപ്പൊ ചർച്ചയുണ്ടോ? KC വേണുഗോപാലുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടോ? ഞാൻ കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തകന് KC വേണുഗോപാൽ എന്റെ പേരങ്ങ് വെട്ടിയേക്കൂ എന്ന് പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. ആരാണ് പിന്നെ അവിടെ ആ പേര് എഴുതി വെച്ചത്? അങ്ങ് എവിടെ നിന്നാണത് വായിച്ചത്? നോക്കൂ ശ്രീമതി മാധു, നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത് മാധ്യമങ്ങളിൽ വരുന്ന പേരുകളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടല്ല ഞാൻ 2-3 പേരുടെ കൂട്ടിച്ചേർത്തത്. അതിന് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന 3 പേരേ ഉള്ളൂ. ആ 3 പേര്, ഞാനൊരു പത്രപ്രവർത്തകനായതുകൊണ്ട് ഞാൻ ആ 3 പേര് തന്നെ നിൽക്കുന്നു. അതെൻ്റെ ഒരു സ്വാതന്ത്ര്യമാണ്, ഞാനത് നിൽക്കുന്നു. 4മതൊരാളെ ഞാൻ അതിലേക്ക് കൂട്ടിച്ചേർക്കുന്നില്ല. ഞാൻ 3 പേര് നിൽക്കുന്നു. അവിടെ ശ്രീ KC വേണുഗോപാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുന്ന ആരോട് പറഞ്ഞു? VD സതീശൻ ഞാൻ മുഖ്യമന്ത്രിയാവുന്ന ആരോട് പറഞ്ഞു? ശ്രീ രമേശ് ചെന്നിത്തല ആരോട് പറഞ്ഞു? ആരും പറഞ്ഞിട്ടില്ല. മാത്രമല്ല KC വേണുഗോപാൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല. മാതൃഭൂമിയിലത്തെ അഭിമുഖമാണെന്ന് എനിക്ക് തോന്നുന്നു, ആ പത്രത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി KC വേണുഗോപാലിൻ്റെ പേര് കേരളത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു അനുയായി പറയുകയാണ്, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കണം. അത് പറയാം. ഇനി രമേശ് ചെന്നിത്തലയുടെ കാര്യം പറയാം. പക്ഷേ ഇതൊന്നും അല്ലല്ലോ ഹൈക്കമാൻഡ്. നമ്മളെപ്പോഴും പറയല്ലോ ഹൈക്കമാൻഡ്. എന്ത് ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ഒരു ചെറിയൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ അത്രയും വലിയൊരു ബോഡി ഒന്നും അല്ല. ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് കേരളത്തിലെ അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിലെ നേതാക്കളുടെ കാര്യങ്ങൾ കൃത്യമായി നിരീക്ഷിച്ചിട്ട് അവരിൽ ഒരാളെ നേതാക്കളായി തിരഞ്ഞെടുക്കാനുള്ള ഒരു സംവിധാനത്തിൻ്റെ പേരാണ്. ആ സംവിധാനത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് കേരളത്തിൽ വരിക. അദ്ദേഹം അതിൻ്റേതായ ഒരു കോൺഗ്രസിൻ്റെതായ ചില സംഘടനാപരമായ നീക്കമൊക്കെ ഉണ്ട്. അത് ചെറിയ കാര്യമൊന്നും അല്ല. കോൺഗ്രസ് അല്ലേ ജനാധിപത്യം കൂടും എല്ലാവരും പറയും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നുണ്ടല്ലോ, വളരെ നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണത്.
അത് പെട്ടെന്നൊന്നും ആർക്കും പറ്റുമൊന്നുമില്ലത്. കാരണം ഇപ്പോൾ CPM പോലും പറ്റും. ഒരു നേതാവിൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ കൈയടിച്ചു പോകും. ഇവിടെ അത് പറ്റില്ല. അല്ല, ഈ നേതാവിൻ്റെ പേരും കൂടെ ഉണ്ടെന്ന് പറയും. അങ്ങനത്തെ വളരെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ KC വേണുഗോപാലിന്റെ പേര് കേരളത്തിലൊരു നേതാവ് പറഞ്ഞിട്ടില്ല, നേതാവ് പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിന്റെ ഇന്ന് സമൂഹ മാധ്യമങ്ങൾ ഉന്നയിക്കുന്ന ആർക്കും മനസ്സിലാകാവുന്ന തരത്തിൽ അത് പ്രകടമായി കഴിഞ്ഞു. ഇതിനി ഈ പറയുന്ന ആഭ്യന്തര രാഷ്ട്രീയം എന്ന് പറയുന്ന അലങ്കാരികത കൊണ്ട് ഒളിച്ചു വെക്കുന്നതിനപ്പുറത്തേക്ക് അങ്ങ് പറഞ്ഞതുപോലെ ഒരു അനുയായി വന്ന് പറയുമ്പോൾ അത് ആര് പറയുന്നു, ആരുടെ ശബ്ദത്തിൽ, ആരുടെ താല്പര്യത്തിൽ പറയുന്നു എന്നൊക്കെ റീഡ് ചെയ്യാൻ പോകുന്ന രാഷ്ട്രീയ ബോധം കേരളത്തിൽ എല്ലാവർക്കും ഉണ്ട്, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജയചന്ദ്രൻ, ഇപ്പൊ നോക്കൂ, KC വേണുഗോപാൽ അദ്ദേഹം കോൺഗ്രസിന്റെ ഈ സംഘടനാ തലത്തിൽ ഉണ്ടാകുന്ന ഒരു അഴിച്ചുപണിയുമായി ബന്ധപ്പെട്ടും ഒരു ആഭ്യന്തര വിഷയവുമായി ബന്ധപ്പെട്ടും ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതായത് മല്ലികാർജ്ജുന ഖാർഗെയാണ് അധ്യക്ഷൻ, KC വേണുഗോപാലാണ് സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിൽ ആ നിലയ്ക്ക് ഒരു ദേശീയ പാർട്ടിയുടെ അധികാര കേന്ദ്രങ്ങൾ തെക്കേ ഇന്ത്യയിലേക്ക് മൊത്തത്തിൽ പറിച്ചിടുന്ന സാഹചര്യം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല. അദ്ദേഹം സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് തന്നെ ഒരുപക്ഷെ മറ്റു പലരും കണ്ടുവച്ചിരുന്ന സ്ഥാനത്തേക്കാണ് അദ്ദേഹം ആ സ്ഥാനലബ്ധിയിലേക്ക് വന്നത്. അതിന് പിന്നാലെ ഖാർഗെയുടെ സ്ഥാനലബ്ധി കൂടിയാകുമ്പോൾ ഒരു അനുപാതം മാറിപ്പോയിരിക്കുന്നു. ഇതിപ്പോ ഒരു പുതുക്കിപ്പണിയിൽ കൂടിയാണ്. സ്വാഭാവികമായും KC വേണുഗോപാൽ കേരളത്തിലേക്ക് കേന്ദ്രീകരിക്കുക എന്നത് ഉത്തരേന്ത്യയിലെ കോൺഗ്രസ് നേതാക്കളുടെ കൂടി ഒരു താല്പര്യ പ്രകടനം എന്ന നിലയ്ക്കും വായിക്കാം. അല്ല, KC വേണുഗോപാൽ കേരളത്തിലേക്ക് വരികയോ UDF ഭൂരിപക്ഷം കിട്ടിയാൽ മുഖ്യമന്ത്രിയാവുകയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കോൺഗ്രസ്സുകാരനെ മുഖ്യമന്ത്രിയാക്കുകയോ ഒക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ആ പാർട്ടിക്കുണ്ടെന്നേ. നമുക്കതിൻ്റെ അകത്തൊന്നും ഒരു തർക്കവുമില്ലല്ലോ മാധു, നമ്മളൊന്നും തർക്കിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷെ ഇപ്പോൾ കാണുന്നത് എന്താണ്? ഇപ്പോൾ ഈ ചന്തയിൽ കടിപിടി കൂട്ടുന്നത് പോലെ കോൺഗ്രസിൻ്റെ സീസൺഡ് ലീഡേഴ്സ് എന്നൊക്കെ നാം വിശേഷിപ്പിക്കുന്ന അനുഭവസമ്പന്നരായ നേതാക്കൾ ഇത്തരത്തിൽ തെരുവിലിറങ്ങി ഓരോരോ പ്രവർത്തികളിലൂടെ തങ്ങളുടെ ഒരു പുതിയ വൃന്ദം സൃഷ്ടിച്ചെടുക്കാൻ എന്ന വ്യാജേന ക്ലെയിമുകൾ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീകുമാർ മുമ്പേ സംസാരിച്ചപ്പോൾ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, ഈ കഴിഞ്ഞ ഇലക്ഷനെ പറ്റി അദ്ദേഹം ഒരു വാക്യം പറഞ്ഞല്ലോ. ഒരു സമുദായ നേതാക്കളുടെയും ഒരു സമ്മർദ്ദത്തിനും വഴങ്ങാതെയാണ് UDF തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നൊരു വാക്യം അദ്ദേഹം പറഞ്ഞ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ കാരണം 18 പേരുടെ ലിസ്റ്റ് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് ശിവഗിരി മഠാധിപതിയാണ്, പരസ്യമായിട്ടാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പുറത്ത് ശ്രീകുമാർ പറയുകയാണ്, ഒരു സമുദായ നേതാവിൻ്റെ സമ്മർദ്ദമില്ലാതെ ഞങ്ങളെല്ലാം ചെയ്ത് ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ്. തീർന്നില്ലേ? വെടിപൊട്ടിയില്ലേ? അതിന് നേരത്തെ തന്നെ ശിവഗിരി മഠാധിപതി പരസ്യമായിട്ടാണ് പറഞ്ഞത്. എന്നിട്ടും അദ്ദേഹം ഇവിടെ ചർച്ചയിൽ വന്നിരുന്ന് പറയുകയാണ് ഇങ്ങനെ സംഭവിച്ചിട്ടേ ഇല്ല. ഇത് ഞാൻ ഒരാളുടെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ. കാര്യം സമുദായ നേതാക്കൾ പറഞ്ഞതിനെ പറ്റി എല്ലാം നമ്മുടെ ചർച്ച എന്നുള്ളതുകൊണ്ട് ഞാൻ മറ്റ് ആൾക്കാരുടെ ഭാഗത്തേക്ക് പോകുന്നില്ല. അതൊരു കാര്യം. പിന്നെ ഇതിപ്പോൾ KC വേണുഗോപാൽ മാത്രമല്ലല്ലോ. KC വേണുഗോപാൽ ഇപ്പം പുസ്തകം ഇറക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെക്കുറിച്ചൊക്കെ മധു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും അദ്ദേഹം മത്സരിച്ചിട്ടില്ല, മറ്റെന്തെങ്കിലും ഒരു പ്രശ്നങ്ങളില്ല, പിന്നെന്തിനാണ് ഈ പുസ്തകമൊക്കെ ഈ സമയത്ത് ഇറക്കുന്നത്? അങ്ങനത്തെ പ്രശ്നം വേറെ നിൽക്കുന്നുണ്ട്. നേരിനൊപ്പം പോരാട്ടങ്ങൾ, നിലപാടുകൾ എന്നുള്ള ടൈറ്റിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തു വരുന്നത്. അപ്പോഴാണ് ശ്രീകുമാർ വീണ്ടും പറയുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ചതാണ് രമേശ് ചെന്നിത്തലയുടെ ഏർപ്പാട്. പക്ഷേ അദ്ദേഹം പറയുന്നത് ഞാൻ ഇന്ന് മുതൽ പുതിയ ഒരു കേരള യാത്ര യൂട്യൂബിൽ തുടങ്ങുകയാണ്. യൂട്യൂബിൽ കേരള യാത്ര നടത്തുന്ന ആദ്യത്തെ രാഷ്ട്രീയ നേതാവായി ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല, അതിൽ സംശയമില്ല. ആ ഒരു ചരിത്രപരമായ ദൗത്യം നിറവേറ്റിയ ആദ്യത്തെ രാഷ്ട്രീയ നേതാവാകും രമേശ് ചെന്നിത്തല ഇതോടുകൂടി. ഇന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, നമ്മളാരും പറഞ്ഞതല്ല കേട്ടോ. ആ പോഡ്കാസ്റ്റ് ഈ യൂട്യൂബിലൂടെ എൻ്റെ കേരള യാത്ര എന്നാണ് അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്, ആ പോഡ്കാസ്റ്റിൽ തന്നെ. അപ്പോൾ നമുക്ക് മറ്റൊന്നും ആരുടെയും വ്യാഖ്യാനങ്ങൾക്ക് പ്രസക്തിയില്ല അവിടെ, അദ്ദേഹം തന്നെ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു യാത്ര കേരളത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ആയിരിക്കാം. ഇന്ത്യയിലെ മറ്റ് കാര്യങ്ങൾ എനിക്കത്ര തിട്ടമില്ല, കേരളത്തിലേതായാലും ഉറപ്പുണ്ട് മറ്റാരും അങ്ങനൊരു കേരള യാത്ര യൂട്യൂബിലൂടെ നടത്തിയതായി ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുമ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നാണ് ഈ കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നത്?
അച്ചടക്കമില്ലാത്ത പാർട്ടിയാണ്, ദുഷ്പേര് പണ്ടേ ഉണ്ട്. പക്ഷെ അതൊരു ആഭരണമായിട്ട് അലങ്കാരമായിട്ട് എടുത്തണിയുന്നതിൽ യാതൊരു മടിയില്ലാതെ പതിറ്റാണ്ടുകളായി അത് തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡിസിപ്ലിൻ എന്ന സാധനം അതിൻ്റെ അയലോകത്തോടെ പോയിട്ടില്ല എന്നുള്ള അഭിമാനകരമായിട്ടാണ് കോൺഗ്രസ്സുകാർ പറയുന്നത്. അതെ, ഞങ്ങൾക്ക് ഡിസിപ്ലിൻ ഒന്നും ഇല്ലെന്നേ, ഞങ്ങൾ ജനാധിപത്യമുള്ള പാർട്ടിയാണ്, ആർക്കും ഒന്നും പറയാൻ പറ്റുന്ന പാർട്ടിയാണ് എന്ന് അഭിമാന പുരസ്സരം പറയുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്, നേതാക്കൾ തന്നെയാണ്. അപ്പോൾ പിന്നെ താഴെയുള്ളവരുടെ കാര്യമൊന്നും പറയേണ്ടതില്ല, ആർക്കും എന്തും പറയാം. അങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യട്ടെ. പക്ഷേ ഇത് എത്രമേൽ അപഹാസ്യരാക്കുന്നുണ്ട് ഈ അണികളെ, അല്ലെങ്കിൽ നോവിക്കുന്നുണ്ട് അണികളെ. ഈ അണികളെ മാത്രമല്ല, ഘടകകക്ഷിയുടെ അടക്കം എത്രയോ നോവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് തെളിവ് 1-2 പ്രാവശ്യമായിട്ട് സാക്ഷാൽ സാദിഖ് അലി തങ്ങൾ ഉൾപ്പെടെ, PMA സലാം ഉൾപ്പെടെ, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെ ഘടകകക്ഷി നേതാക്കൾ ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കോൺഗ്രസ് നേതാക്കളുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ചർച്ചകൾ മാത്രമല്ലേ നടക്കുന്നുള്ളൂ എന്നുള്ളതുമാണ്. അതായത് ഞങ്ങൾ ജയിക്കും എന്ന കാര്യത്തിൽ മറ്റാർക്കും തർക്കമില്ലല്ലോ. അല്ല, തർക്കമില്ല, അവരും പറയുന്നതാണ്. തർക്കമില്ലാത്തൊരു കാര്യത്തിന് എന്തിനാണ് ഇപ്പൊ തർക്കിക്കുന്നത്? എനിക്കും അല്ലെങ്കിൽ നമുക്ക് മാധുവിനും നമുക്കൊക്കെ മനസ്സിലാവാത്ത കാര്യം അതാണ്. ഇങ്ങനെ ഇവർക്ക് ആർക്കും തർക്കമില്ലെങ്കിൽ UDF കണിശമായും അധികാരത്തിൽ വരും എന്നതിൽ നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടെന്നേ. ആ ഉറപ്പിൽ നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചോളുക. അതിലൊന്നും എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസം പോലും ഇല്ല, വിയോജിപ്പ് പോലും ഇല്ല. അങ്ങനെ വിശ്വസിച്ചോളൂ. പക്ഷെ എന്തിനാണ് നാട്ടുകാരെ ഇങ്ങനെ, അണികളെ ഇങ്ങനെ നിരാശപ്പെടുത്തുന്നത്, വേദനിപ്പിക്കുന്നത് എന്നുള്ളത് ഞാൻ ചോദിക്കുന്നല്ല. എനിക്കൊരു വേദനയില്ല. ശരി, അത് കാര്യം നിങ്ങളല്ലേ പറയുന്നത്. എനിക്ക് വേദനയായിട്ട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും മൈൻഡ് ചെയ്യുമോ? അതുകൊണ്ട് കാര്യമില്ല. പക്ഷേ ഈ ഘടകകക്ഷി നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ ഇത് മോശമായി പോയി, എന്തെങ്കിലും ശ്രീകുമാറിനെ പോലെ പരിണതപ്രജ്ഞരായ ഒരാൾ പറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. മാധു ചോദിക്കുകയും ചെയ്തു. ലീഗ് പരമാവധി അത് പറയുന്നുണ്ട്, അത് കേൾക്കത്തക്ക ഉറക്കെ പറയുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ശ്രീ ജോർജ് പടിപ്പാറ, അങ്ങയുടെ ഒരു നിരീക്ഷണത്തിൽ ആരാണ് ഈ ഓട്ടത്തിൽ മുന്നിൽ? അത് ഇപ്പോഴത്തെ ഒരു ഓട്ടത്തിൽ ഇതൊരു ക്ലോസ് ഫൈറ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ആരാണ് മുന്നിൽ എന്ന് പറയുമ്പോ ഇപ്പൊ ഒരു വിലയിരുത്തലിന് സമയമായോ, അത്രയും കൃത്യമായ ഒരു മറുപടിയിലേക്ക് പോകാറായോ എന്ന് എനിക്ക് സംശയമുണ്ട്. സാഹചര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഈ പറഞ്ഞ രീതിയിൽ അഖിലേന്ത്യാ തലത്തിലുള്ള പിടിപാടും ഇവിടുത്തെ പരമാവധി അനുകൂലമായിട്ട് MLA-മാരടക്കമുള്ളവരുടെ പ്രതികരണമൊക്കെ പരിശോധിക്കുമ്പോൾ വേണമെങ്കിൽ ഈ പറഞ്ഞ KC വേണുഗോപാൽ മുമ്പിലാണോ എന്നൊക്കെ വേണമെങ്കിൽ സംശയിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് കൃത്യമായിട്ടും. അതും ആ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടില്ല എന്നതാണ്. അദ്ദേഹം അതിനകത്തൊരു വല്ലാത്തൊരു അഭംഗിയുണ്ട്. പ്രശ്നം എന്താന്ന് വെച്ചാൽ മറ്റ് MP-മാരും ഇതുപോലെ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചവരാണ്. സുധാകരൻ എന്ന് പറയുന്ന KPCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ UDF-ന്റെ കൺവീനറായ അടൂർ പ്രകാശ്, കോഴിക്കോട് MP, ഇങ്ങനെ ഒരുപാട് MP-മാരുടെ മനസ്സിൽ ഈ മോഹം ഉണ്ടായിരുന്നു മത്സരിക്കണം. അവരെയൊക്കെ അവരുടെ മോഹം നിഷ്കരണം തല്ലിക്കെടുത്തിയതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ച ആളാണല്ലോ KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി. ആ ജനറൽ സെക്രട്ടറി ഇപ്പോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞാൻ ഇതാ വരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു വല്ലാത്ത ഒരു എന്താ പറയാ, ഒരു ചേർച്ചയില്ലായ്മയില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സുധാകരൻ മത്സരിച്ച കണ്ണൂർ ഒരു മത്സരം തന്നെ ഉണ്ടാവില്ല. മത്സരിച്ചാൽ മാത്രം മതി, അദ്ദേഹം ജയിച്ചു കയറും. കോന്നിയിൽ ഇപ്പൊ ഒരു സംശയം ഉള്ളത് പോലും ഈ പറഞ്ഞ അടൂർ പ്രകാശാണ് മത്സരിക്കുന്നതെങ്കിൽ ആ സീറ്റ് കിട്ടും. അതുപോലെ കോഴിക്കോട് MP-ക്കും ഒരു സീറ്റ് ജയിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളല്ല. പക്ഷെ ഇവരെയൊക്കെ ഒതുക്കിയിട്ട് ആ ഒതുക്കലിനൊക്കെ നേതൃത്വം നൽകിയ ഒരാള് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോ MLA അല്ലാത്ത അദ്ദേഹം മറ്റ് MLA-മാരുടെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരുടെ പരമാവധി സ്വാധീനം, അല്ലെങ്കിൽ അവരുടെ പരമാവധി പിന്തുണ സമാഹരിച്ച് ഇല്ലെന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കുന്നതാണ്. മാധു പറഞ്ഞതുപോലെ ഇതൊന്നും ചാനൽ ഉണ്ടാക്കുന്നത് മാത്രമൊന്നുമല്ല, ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ നേതാക്കൾ തന്നെ സൃഷ്ടിക്കുന്നതാണ്. നേതാക്കൾ അറിയാതെ അത് അവരുടെ അനുയായികൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഒരു ദിവസം കൊണ്ട് തീരേണ്ടതാണ്. പക്ഷെ ഇത് പിന്നെയും പോകുന്നത് എന്താ? അതിന്റെ കാരണം ഈ നേതാക്കൾ ഇത് ആഗ്രഹിക്കുന്നുണ്ട്, അവരിതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട്, അവരിതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. ഇതാണ് വസ്തുത. ബാക്കിയൊക്കെ നമ്മൾ വളരെ എന്താ പറയാ, വളരെ ലാഘവത്തോടു കൂടി കണ്ണടച്ച് ഇരുട്ടാക്കുന്ന ശ്രമമാണ്. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു അപാകത എന്താന്ന് വെച്ചാൽ, ഒരു മുൻ പ്രതിപക്ഷ നേതാവും ഒരു ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മത്സരിക്കുന്നു. അവർ രണ്ടുപേരും ട്രാക്ക് റെക്കോർഡ് നല്ലവണ്ണം ഉള്ള ആളുകളാണ്. വളരെ കൃത്യമായി തന്നെ അവർക്ക് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഒരു ക്ലെയിം ഉന്നയിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. VD സതീശൻ നാച്ചുറൽ സർവീസ് ആണ്. അതുപോലെ തന്നെ പാരമ്പര്യം കൊണ്ടും അതുപോലെ തന്നെ പ്രവർത്തന മികവ് കൊണ്ടും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് കൊണ്ടും രമേശ് ചെന്നിത്തല ഒരു പോരായ്മയുള്ള ആളല്ല. അവർ രണ്ടുപേരും ഇവിടെ ഉള്ളപ്പോ KC വേണുഗോപാൽ എന്ന് പറയുന്ന അഖിലേന്ത്യാ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് വേറെ എന്തെല്ലാം റോളുകളുണ്ട്. അവിടെ മാധു ഒരു കാര്യം സൂചിപ്പിച്ചിടത്താണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തി നിൽക്കുന്നത്. മാധു
അദ്ദേഹത്തിന്റെ അവിടുത്തെ കസേരയ്ക്ക് എനിക്കറിയില്ല കൃത്യമായിട്ട്, അദ്ദേഹത്തിന്റെ ആ കസേരയ്ക്ക് വല്ല ഇളക്കമുണ്ടോ? അതുകൊണ്ടാണോ അദ്ദേഹം ഇത്രയും വാശി പിടിച്ച്, അല്ലെങ്കിൽ ഇത്രത്തോളം ഔത്സുക്യത്തോടെ, ഇത്രത്തോളം താല്പര്യത്തോടെ ഈ കേരളത്തിലേക്ക് വരുന്നത്? ഒരു ഡീസന്റ് എക്സിറ്റിന് വേണ്ടിയാണോ? എനിക്കൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ ഇത്രയും വാശി പിടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ശരി, കാരണം ഈ ഓക്കേ. രണ്ടുപേരാണ് നാച്ചുറൽ ചോയ്സ് ആണ്, അല്ലെങ്കിൽ മറ്റൊരു ചോയ്സ്. ഈ രണ്ടുപേരും ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചുകൂടി രാഷ്ട്രീയ പ്ലാനിങ് നടത്തേണ്ടതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കെ.സി. വേണുഗോപാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം അന്ന് MP ആയിട്ട് മത്സരിക്കാൻ പാടില്ലായിരുന്നു. അദ്ദേഹം അന്ന് മത്സരിക്കാതെ ഇക്കുറി നിയമസഭയിലേക്കാണ് മത്സരിക്കുന്നതെങ്കിൽ മാധു, തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ക്ലെയിം ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. അദ്ദേഹം ഇവിടെ ഒന്ന് മത്സരിക്കുന്നു, അദ്ദേഹം ജയിക്കുന്നു. ഈ ശരി, 3 പേർ, ശരി. ഇവർക്കൊപ്പം അദ്ദേഹവും ഒന്നാന്തരം ക്ലെയിം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പക്ഷെ അങ്ങനെ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകണമെന്ന് കെ.സി. വേണുഗോപാൽ പറയുന്ന നിമിഷത്തിൽ എക്സ്പോസ് ചെയ്യപ്പെടും അദ്ദേഹത്തിന്റെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ താല്പര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് തൽക്കാലം വേണ്ടതില്ല എന്നൊരു തീരുമാനം ഒരുപക്ഷെ എടുത്തിട്ടുണ്ടായിരിക്കാം. പിന്നെ ഈ പറയുന്ന മറ്റാരും, ഇപ്പം നമ്മൾ കെ.സിയിലേക്ക് മാത്രം കേന്ദ്രീകരിക്കേണ്ടതില്ല എന്ന് തോന്നുന്നു. കഴിഞ്ഞ ഒരു 5 വർഷം പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായും വി.ഡി. സതീശന് അടുത്ത തവണ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ താൻ മുഖ്യമന്ത്രിയാകും എന്ന് വിചാരിക്കും. അദ്ദേഹത്തിന്റെ അനുകൂലികളും അനുയായികളും ഒക്കെ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് വീണ്ടും പ്രതിപക്ഷ നേതാവാകാനുള്ള എല്ലാ താല്പര്യവും ഉണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്കാണ് വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത്. അതൊരു തുടർ തോൽവി, ഒരു മൊറാൽ നഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഒരു പ്രസ്ഥാനത്തിന് നവീകരിക്കപ്പെട്ടു എന്ന തോന്നൽ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനവുമായിരുന്നു. ഇവരെല്ലാവരും എൻ്റർ ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ജോർജ് പടിപ്പാറയോട് ഞാൻ ഡയറക്റ്റായി ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു പേരെടുത്ത് പറയുക എന്ന് പറയുന്ന ഒരു ക്രൈമാണ് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ. പക്ഷെ ആരും പിന്നിലല്ല, അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെ ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഒരു മിനിറ്റ്, ശ്രീ ജോർജ് പടിപ്പാറ, ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകൂടിയോടാണ് ചോദിച്ചത്. ഞാൻ അങ്ങേലേക്ക് വരാം. ഓക്കെ. മാധു, ഈ ഒരു റേസിൽ, ഈ ഒരു ഓട്ടത്തിൽ എല്ലാവരും ഒരേപോലെ അവർ ഓടുന്നുണ്ട്. ആരാണ് മുന്നിലെന്ന് ചോദിച്ചാൽ ഒരു കാതം കെ.സി. വേണുഗോപാൽ തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് പല അനുകൂല ഘടകങ്ങളുണ്ട്. അദ്ദേഹം ഒരു MLA അല്ലെങ്കിൽ പോലും അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്തനാണ്. രാഹുൽ ഗാന്ധി ഈ തീരുമാനം അവസാനം രാഹുൽ ഗാന്ധിയുടേതാണ്. കാരണം ഇപ്പോൾ കെ.സി. വേണുഗോപാൽ മാത്രമല്ലല്ലോ, ഇവിടെ രമേശ് ചെന്നിത്തലയും വി.ഡി. സതീശനും എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ അവസാന വാക്കിപ്പോഴും രാഹുൽ ഗാന്ധി തന്നെയാണ്. ഇപ്പോൾ കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ സംഘടനയിൽ രാഹുൽ ഗാന്ധി എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹം നടപ്പാക്കുന്നത്? ഇപ്പോൾ മല്ലികാർജുൻ ഖാർഗെ എന്ന് പറയുന്ന ഒരു പ്രസിഡന്റ്, ഒരു പ്രായാധിക്യമുള്ള ഒരു പ്രസിഡന്റ് ഉണ്ട്, ഒരു ഫിഗർ ഹെഡായിട്ട് അദ്ദേഹം ഇരിക്കുമ്പോൾ പോലും അദ്ദേഹത്തെക്കാൾ ശക്തനായിട്ട് ഈ പാർട്ടിയിൽ സാന്നിധ്യമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. അത് കെ.സി. വേണുഗോപാൽ എന്ന സംഘടനാ ജനറൽ സെക്രട്ടറി വഴിയാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് തീരുമാനിച്ചാൽ, രാഹുൽ ഗാന്ധി അവിടെ നിന്ന് കെ.സി. വേണുഗോപാലിനെ അവിടെ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞയക്കാൻ അദ്ദേഹം തീരുമാനിച്ചാൽ അത് കെ.സി. വേണുഗോപാൽ പിന്നെ മുഖ്യമന്ത്രിയാവും എന്നുള്ളതിന് സംശയമില്ല. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കും? അതായത് 2001 അന്ന് A.K. ആന്റണി മുഖ്യമന്ത്രിയായി, അന്ന് KPCC പ്രസിഡന്റായിട്ട് അതേ ദിവസം K. മുരളീധരൻ ചാർജ് എടുത്തു. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അതുപോലെ ഒരു തീരുമാനം അടിച്ചേൽപ്പിക്കാൻ ഇപ്പോഴും ഹൈക്കമാൻഡിന് കഴിയും. പിന്നീട് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു എന്നത് മറ്റൊരു കാര്യമാണ്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കെ.സി. വേണുഗോപാൽ 2019 അദ്ദേഹം ആലപ്പുഴ ലോക്സഭയിലേക്ക് മത്സരിച്ചില്ല. 2014 വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹത്തെ ചാലഞ്ച് ചെയ്തിരുന്നു, അദ്ദേഹത്തെ തോൽപ്പിക്കുമെന്ന്. പക്ഷേ കെ.സി. വേണുഗോപാൽ അദ്ദേഹം ജയിച്ചു വരികയാണ് ചെയ്തത്. 2019 ആയപ്പോഴത്തേക്കും പക്ഷേ കെ.സി. വേണുഗോപാൽ ഇതേ കാരണം പറഞ്ഞു, സംഘടനാ ജനറൽ സെക്രട്ടറി ആണെന്ന് പറഞ്ഞ് അദ്ദേഹം മത്സരിക്കാതിരുന്നു. പിന്നീട് 2020 അദ്ദേഹം രാജ്യസഭയിലേക്ക് രാജസ്ഥാനിൽ നിന്ന് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു. ആ സീറ്റ് പിന്നീട് അദ്ദേഹം രാജിവെക്കുക വഴി, അതായത് അദ്ദേഹം 2024 ലോക്സഭയിലേക്ക് MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ആ സീറ്റ് അദ്ദേഹം ഒഴിഞ്ഞു കൊടുത്തപ്പോൾ ആ സീറ്റ് BJPക്ക് കിട്ടുകയുണ്ടായി. ഇവിടെ CPM അത് വലിയൊരു ചർച്ചാ വിഷയമാക്കുകയും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയും ചെയ്തിരുന്നു. സംഘടനാകാര്യ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി അല്ലേ? അത് കെ.സി. വേണുഗോപാലല്ലേ ദേശീയ രാഷ്ട്രീയത്തിൽ രാജ്യസഭാ സീറ്റിന്റെ പ്രാധാന്യമടക്കം നേരത്തെ തിരിച്ചറിയേണ്ടത്? ഉറപ്പായിട്ടും ഞാൻ അതിൻ്റെ ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം പറഞ്ഞാണ്. അത് കേരളത്തിൽ പോലും അത് വിഷയമായെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ 2020 രാജ്യസഭ MP ആയിട്ടുള്ള കെ.സി. വേണുഗോപാലിന് അദ്ദേഹം 2026 വരെ 6 വർഷമാണ് രാജ്യസഭാ ടേം.
2026 വരെ അദ്ദേഹത്തിന് ആ ടേം നിലനിൽക്കുമ്പോൾ അദ്ദേഹം 2024 അതേ പൊസിഷനിൽ, അതായത് 2019 സംഘടനാ ജനറൽ സെക്രട്ടറി ആയതുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ KC വേണുഗോപാൽ അതേ സ്ഥാനത്തിരിക്കുമ്പോൾ തന്നെ 2024 മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിച്ച് MP ആകുന്നു. വീണ്ടും 2 വർഷത്തിന് ശേഷം അദ്ദേഹം ഒരു MLA രാജിവെപ്പിച്ച്, ഇരിക്കൂറുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ സജീവ് ജോസഫിനെ രാജിവെപ്പിച്ച് ആലപ്പുഴയിൽ നിന്ന് വീണ്ടും ഒരു പാർലമെന്ററി തെരഞ്ഞെടുപ്പ് ആസന്നം ആകുന്ന ആ ഘട്ടത്തിലേക്ക് ഒക്കെ തള്ളിവിട്ടാൽ അതിന് വലിയ പ്രത്യാഘാതം ഉണ്ടാകില്ലേ? ഇവിടെ നമുക്കൊരു കാര്യം അറിയാം, ഈ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ VD സതീശനാണ് VD സതീശനും രമേശ് ചെന്നിത്തലയും അവർ രണ്ടുപേരും കടുംപിടുത്തം പിടിച്ചു. ഒരു MP പോലും മത്സരിക്കരുത്. K സുധാകരന് കലശലായ ആഗ്രഹം ഉണ്ടായിരുന്നു, അടൂർ പ്രകാശ് ഉണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞതുപോലെ കോഴിക്കോട് MP ആയിട്ടുള്ള ശ്രീ രാഘവൻ ഇതിന്റെ കാര്യം പുറത്ത് അദ്ദേഹം പറയുകയുണ്ടായി. കൊടിക്കുന്നിൽ സുരേഷിന്, അങ്ങനെ പല MP-മാർക്കും അവർക്ക് MP ആകുന്നതിനേക്കാൾ ഇവിടെ ഒരു മന്ത്രിയായിട്ടിരിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പോൾ അവർക്ക് മത്സരിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ രമേശ് ചെന്നിത്തലയും അതിനേക്കാൾ ഉപരി VD സതീശനും എന്തുകൊണ്ടാണ് അത് തകർത്തത് അല്ലെങ്കിൽ അതിന് എതിരായിട്ട് നിന്നത്? അവർക്കറിയാം ഒരു MP മത്സരിച്ചാൽ അതേ ഒരു ഇത് ഉപയോഗിച്ച്, ഓപ്പണിംഗ് ഉപയോഗിച്ച് KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രിയാവുമെന്ന്. അപ്പോൾ സതീശനും രമേശ് ചെന്നിത്തല അത് തടയാൻ നോക്കിയിട്ടുണ്ട്. അത് KC വേണുഗോപാലിനെ അറിയുകയും ചെയ്യാം. പക്ഷെ ഇപ്പോഴും ഈ പന്ത് എനിക്ക് തോന്നുന്നു ഹൈക്കമാൻഡിന്റെ കോർട്ടിലാണ്. അപ്പോൾ ഹൈക്കമാൻഡ് നിശ്ചയിച്ചാൽ, രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കേരളത്തിൽ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചാൽ KC വേണുഗോപാൽ ആവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തവണ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ KC വേണുഗോപാലിന്റെ കൂടെയാണ്. ഇതിൽ വേറൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. 2021 ഇവിടെ എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവിനെ ഒരു കാര്യം കൂടി പറയണം. 2021 എങ്ങനെയാണ് ഇവിടെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തത്? 2021 ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയും കൂടെ കൂടിയപ്പോൾ, ഐ ഗ്രൂപ്പും കൂടെ കൂടിയപ്പോൾ അവർക്കായിരുന്നു ബഹുഭൂരിപക്ഷ MLA-മാർ. പക്ഷേ ഹൈക്കമാൻഡിന്റെ തീരുമാനം അനുസരിച്ച് ഇവിടെ VD സതീശനെ പ്രതിപക്ഷ നേതാവാക്കി. സതീശൻ വിചാരിച്ചത് അവരെല്ലാവരും സതീശന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്ന്. പക്ഷെ അല്ല, ഇപ്പോൾ അതേ ആൾക്കാർ ഇപ്പോൾ KC വേണുഗോപാലിന് വേണ്ടിയാണ് കൈപൊക്കുന്നത്. എവിടെയാണോ അധികാരമുള്ളത് അവിടെയാണ് ഇപ്പൊ MLA-മാർ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് KC വേണുഗോപാൽ ഇതിന്റെ മുന്നിലാണ്. പക്ഷെ അതിന്റെ പ്രത്യാഘാതം, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ അവതരിച്ചാൽ അതിന്റെ പ്രത്യാഘാതം കേരളത്തിലെ കോൺഗ്രസിന് വലുതായിരിക്കും. അവർ വലിയ വില കൊടുക്കേണ്ടി വരും. ശ്രീ N. ശ്രീകുമാർ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥി പട്ടിക വരുമെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞയിടത്തത് ദിവസങ്ങൾ നീണ്ടത് ഈ പട്ടിക വെട്ടിത്തിരുത്തലുകൾക്ക് കാരണമായത് കൈപൊക്കാനുള്ള ആളെണ്ണം തികയ്ക്കാനുള്ള കണക്കുകൂട്ടലിന്റെ പേരിലാണോ? വളരെ ഡയറക്റ്റായ ചോദ്യമാണ്. നോക്കൂ, ഒരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസിനെ പോലുള്ള ഒരു വലിയ സംഘടനയിൽ ഒരുപാട് സ്ഥാനാർത്ഥി താല്പര്യക്കാർ കാണും. അതിൽ ഒരു മണ്ഡലത്തിൽ തന്നെ ജയിക്കാൻ പറ്റാവുന്ന 2-3 പേരുണ്ടാകും. അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച് സ്ഥാനാർത്ഥികളെ നിർത്താൻ സമയമെടുക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ചർച്ചയ്ക്ക് പശ്ചാത്തലം ഒരുങ്ങിയത് അങ്ങനെയാണ്. എന്ന് വെച്ചാൽ UDF ജയിക്കുമെന്നുള്ള ധാരണയിൽ നമ്മൾ എത്തിയല്ലോ. അത് ആ വൈകലിൻ്റെ ഒരു ഗുണമാണ്. ഇനി അത് വൈകാതെ തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഇറക്കിയ ഒരു പാർട്ടിയുണ്ട്, LDF മുന്നണിയും CPM-ഉം, പ്രത്യേകിച്ച് CPM. എന്നിട്ട് ആ പാർട്ടിയിൽ സംഭവിച്ചത് എന്താണ്? അവിടെ അമ്പലപ്പുഴയിൽ സംഭവിച്ചു, അവിടെ പയ്യന്നൂരിൽ സംഭവിച്ചു, അവിടെ തളിപ്പറമ്പിൽ സംഭവിച്ചു. അതൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ആ വ്യത്യാസം ശ്രീമതി മാധു മറക്കാനിടയില്ലെന്ന് എനിക്കറിയാം. അധികാരത്തിലെത്തും എന്ന ഒരു നിഗമനത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ എന്ന് അങ്ങ് പറയുന്നത് അത് കോൺഗ്രസിന്റെ ധാരണയായിരിക്കും. എനിക്കങ്ങനെ UDF അധികാരത്തിലെത്തും, LDF അധികാരത്തിലെത്തും എന്നൊരു പൊതുധാരണ കേരളത്തിലുള്ളതായിട്ട് അറിവില്ല, എനിക്ക് പ്രത്യേകിച്ചുമില്ല. ഞാൻ അത്തരത്തിലുള്ള ഒരു അവകാശവാദം ഒരു വേദിയിലും പറഞ്ഞിട്ടില്ല. കോൺഗ്രസിനെ സംബന്ധിച്ചോ CPM-നെ സംബന്ധിച്ചിടത്തോ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. സ്വാഭാവികമായും അത് കോൺഗ്രസ്സുകാരുടെ ആത്മവിശ്വാസമാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഞാൻ ചോദിച്ചത് CPM-നെ കുറിച്ചല്ല. പട്ടിക 24 മണിക്കൂറിനകം ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയണമെങ്കിൽ ആ പട്ടിക അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരിക്കണം. ഒരു മണ്ഡലത്തിൽ 100 പോകുന്നവരെ കണ്ടുപിടിക്കാൻ കോൺഗ്രസിന് കഴിയട്ടെ ജനാധിപത്യത്തിന്റെ ഭാഗമായി. പക്ഷെ അത് ഇലക്ഷൻ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടല്ലല്ലോ ചിന്തിക്കേണ്ടത്. 10 വർഷം ഉണ്ടായിരുന്നില്ലേ? അല്ല, 10 വർഷം ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചാൽ 10 വർഷം ഭരിച്ചവരിൽ നിന്ന് 3 പ്രമുഖ നേതാക്കൾ പുറത്തു പോയത് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചോ? രാഷ്ട്രീയത്തിലെ വലിയ പ്രാധാന്യം മണിക്കൂറുകൾക്കും നിമിഷങ്ങൾക്കും ഉണ്ട്. ഒരു നിമിഷം കൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾ പ്രത്യേകിച്ച് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു നിമിഷം മതി ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഒരു ചലനം ഉണ്ടാകാനായിട്ട്.
ഇന്നിപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ നമ്മൾ അറിഞ്ഞല്ലോ എങ്ങനെയാണ് 7 MP എങ്ങനെ പോയി എന്നുള്ളത്. അതൊക്കെ അത്രേ ഉള്ളൂ രാഷ്ട്രീയത്തിൽ. അപ്പോൾ ഇതിൽ നമ്മൾ സംസാരിച്ച് വരുന്ന വിഷയത്തിൻ്റെ പശ്ചാത്തലമാണ്. അതിൽ ശ്രീമതി മാധു അങ്ങനെ ഒരു ചിന്ത ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പൊതുവേ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കേരളത്തിൽ UDF അധികാരത്തിൽ വരും എന്നൊരു ചിന്ത കോൺഗ്രസ്സുകാർക്കുണ്ട്. അത് മറ്റുള്ള മുന്നണികൾ അത് ശരിവെക്കുന്നുണ്ട്. ശരിവെക്കുന്നു എന്നേ പറയാൻ കാരണം ശ്രീ ജയന്തൻ ഇവിടെ ചോദിച്ച ചില ചോദ്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ശിവഗിരി മഠാധിപതി 14 പേരുടെ ലിസ്റ്റ് കൊടുത്തു കാണാം. ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, കൊടുത്തു കാണാം. പക്ഷേ ആരുടെ സമ്മർദ്ദത്തിനും വഴങ്ങിയില്ല എന്നുള്ളതാണ്. ആ ലിസ്റ്റ് കൊടുത്തെങ്കിൽ ആ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടാകാം, എന്നിട്ടും അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടെന്ന് ശിവഗിരി മഠത്തിൽ പോയി പറഞ്ഞു എന്നും പറഞ്ഞു. കൊടിക്കുന്നിൽ സുരേഷിനെ പോലെ കോൺഗ്രസിന്റെ ഇത്രയും കാലത്തെ പാർലമെന്റ് രാഷ്ട്രീയ ചരിത്രമുള്ള ഒരാൾക്ക് KPCC അധ്യക്ഷനാകാൻ താല്പര്യമുണ്ടെങ്കിൽ അത് പറയേണ്ടത് KPCC-യിലാണെന്ന് പോലുമുള്ള ബോധ്യമില്ല. ശിവഗിരി മഠത്തിൽ പോയിരിക്കുന്നു പറയാൻ. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പറയാതിരിക്കുന്നതല്ലേ ശ്രീ ശ്രീകുമാർ നല്ലത്? അല്ലല്ല, പറയണമല്ലോ. കാരണം ഒരാൾക്ക് വിശ്വാസം എവിടെയാണോ അവിടെ പറയുന്നുള്ളൊന്നും ഒരു തെറ്റുമില്ല. അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വന്നിട്ട് പ്രാർത്ഥിക്കുന്ന എന്തിനാ? ഗുരുവായൂരപ്പനെങ്കിൽ നമുക്ക് എങ്ങനെ വേണേ പോയിട്ട് പ്രാർത്ഥിക്കാം. അപ്പം എന്തിനാ? അല്ല, ഞാൻ പറഞ്ഞു വരട്ടെ. ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് ഒരാൾ പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ എനിക്ക് എന്തെങ്കിലും സുഖസൗകര്യം തരണേ, അല്ലെങ്കിൽ എൻ്റെ മുന്നണി ജയിക്കണേ, അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുള്ളവർ വീണ്ടും അധികാരത്തിൽ വരണേ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ഗുരുവായൂർ പോയാൽ നമ്മൾ എല്ലാ കാര്യവും പ്രാർത്ഥിക്കുമല്ലോ. അപ്പോൾ അതുപോലെ ആർക്കും എവിടെയും പോയിട്ട് പ്രാർത്ഥിക്കാമെന്നേ, അതിലൊന്നും തെറ്റില്ല. ഞാൻ പറഞ്ഞത് UDF-ന്റെയും കോൺഗ്രസിന്റെയും പൊതു നിലപാടാണ്. ആ നിലപാടിലൊരു മാറ്റമില്ല. പ്രാർത്ഥിച്ച കാര്യമല്ല, ശിവഗിരി മഠത്തിന്റെ ഓഫീസിലിരുന്ന് അവിടുത്തെ മഠാധിപതിയോട് പറഞ്ഞ കാര്യമാണ്. അത് രാഷ്ട്രീയമാണ്. അല്ല, ശിവഗിരി മഠാധിപതിയുടെ മുൻപിൽ പോയിരുന്നിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ആശയത്തിൻ്റെ പ്രതിനിധിയാണ് അദ്ദേഹം എന്ന് തോന്നിയാൽ ഒരു കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ അവിടെ പോയിട്ട് എന്തും പറയാം. അതൊക്കെ വ്യക്തിപരമായ കാര്യമല്ല. നേരെ മറിച്ച് KPCC-യുടെ ചർച്ചയല്ലല്ലോ അവിടെ വെച്ചത്. KPCC-യുടെ ചർച്ച അവിടെ നടന്നു എന്നുള്ളതാണ് അതിന്റെ ഘടകവിരുദ്ധത. KPCC അധ്യക്ഷനാകണം എന്ന ആഗ്രഹം ശിവഗിരി മഠത്തിലെ അധ്യക്ഷനോട് പറയണമെങ്കിൽ അത് KPCC-യുടെ ചർച്ചയാണല്ലോ. അത് പ്രാർത്ഥിക്കുന്നതിന് തുല്യമല്ല. അത് കൃത്യമായി സമ്മർദ്ദം ചെലുത്താൻ കഴിയുന്ന സാമുദായിക നേതാക്കളോട് പോയി താല്പര്യ പ്രകടനം നടത്തുക എന്ന് പറയുന്ന വഴിവെട്ട് രാഷ്ട്രീയമാണ്. ശ്രീമതി മാധു, ഒരാൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ചർച്ചയുടെ വഴി തിരിച്ചു വേണ്ട. ഞാൻ പറഞ്ഞ വളരെ നല്ലൊരു കാര്യമാണ്. അതായത് കോൺഗ്രസ്സിലെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തെ ഒരു തരത്തിലുള്ള സാമുദായിക സംഘടനകൾക്കും സമ്മർദ്ദം ചെലുത്താൻ പറ്റിയിട്ടില്ല. അതിൻ്റെ ഗുണമാണ് ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നത്. അത് നാളെയും ഒരു മുഖ്യമന്ത്രിയോ മന്ത്രിമാരെയോ തിരഞ്ഞെടുക്കുമ്പോഴും ഒരു ബാഹ്യശക്തിയുടെ ഇടപെടലിനും അവിടെ സാധ്യതയില്ല. അതാണ് ഞാൻ പറഞ്ഞതിൻ്റെ വളരെ ചുരുങ്ങിയ വാക്കുകളുള്ള കാര്യം. എന്തിനാണ് ബാഹ്യശക്തികൾ? ആന്തരിക ശക്തികളെ കൊണ്ടാണല്ലോ ഇക്കണ്ട ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് പുറത്തുനിന്ന് തൽക്കാലം കൊട്ടേഷൻ എടുക്കേണ്ട ആവശ്യം കോൺഗ്രസിനില്ല. ശരി, ഞാൻ അങ്ങേലേക്ക് വരാം. ശ്രീ M. ജയചന്ദ്രൻ, അത് ഒരു മിനിറ്റ് അത് പറഞ്ഞു തീർത്തോട്ടെ. അതായത് ഞാൻ തുടങ്ങിയ കാര്യത്തിലേക്കൊന്ന് അവസാനിപ്പിച്ച് എത്തണമല്ലോ. അതായത് നമ്മൾ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞൊരു വിഷയത്തിൽ ഞാൻ കൊണ്ടുവരാൻ കാരണം നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ശ്രീ ജയചന്ദ്രന് പോലും സങ്കടമില്ല എന്നുള്ളതാണ്. അതായത് LDF അധികാരത്തിൽ വരും, അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകണം, നമ്മൾ അതും കൂടെ ചർച്ച ചെയ്യണ്ടേ എന്നൊരു ചോദ്യം എന്തുകൊണ്ട് ജയചന്ദ്രനെ പോലുള്ള സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സങ്കടം എനിക്കുണ്ട്. കാരണം ഏകപക്ഷീയമായിട്ട് നമ്മളങ്ങ് തീരുമാനിച്ചോ UDF അധികാരത്തിൽ വരിക എന്ന്. എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവെന്ന് കോൺഗ്രസ്സുകാരെ പറയുന്ന പോലെ പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കേണ്ട കാര്യമല്ല ഞാൻ പറയുന്നത്. LDF 3ാം വട്ടവും അധികാരത്തിൽ വരും, ഞങ്ങൾക്ക് കൊണ്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികൾ KK ശൈലജയെ മുഖ്യമന്ത്രിയായിട്ട് അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഒരു ഗുണം കിട്ടുമായിരുന്നു എന്ന് പറഞ്ഞ CPM സഹയാത്രികരുണ്ട്. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ തുടരുമോ, അല്ലെങ്കിൽ വേറെ മന്ത്രിമാരാ സ്ഥാനത്തേക്ക്, ഇതൊക്കെ ചർച്ച ചെയ്യാൻ എന്തുകൊണ്ട് CPM-കാർ പോലും താല്പര്യപ്പെടുന്നില്ല? അവരത്രയ്ക്കും തീരുമാനിച്ചോ UDF അധികാരത്തിൽ വരുമെന്ന്? ഇതുപോലൊരു ചർച്ച നടത്തി. മാധുവിന് ഓർമ്മയുണ്ടോ? ഡിസംബറിൽ എന്താ ചർച്ച നടത്തിയെന്ന് അറിയാമോ? 4 കോർപ്പറേഷൻ കിട്ടിയപ്പം ആരായിരിക്കും മേയർ? അടിപിടി. എവിടെയാണ് അടിപിടി ഉണ്ടായത്? കൊച്ചി മേയറായി, കൊല്ലം മേയറായി, തൃശ്ശൂർ മേയറായി, പിന്നെ എവിടെയാ? കണ്ണൂർ മേയറായി. 4 കോൺഗ്രസ് മേയർമാർ സുഖമായിട്ട് ഭരിക്കുക. ചർച്ചയൊക്കെ നടത്തിക്കോളൂ, പക്ഷേ അവസാനം ഉണ്ടല്ലോ ഒരൊറ്റ തീരുമാനത്തിലെത്തും. വരെ ആ സംശയമില്ല. അപ്പോഴും ജയചന്ദ്രനെ പോലുള്ള സുഹൃത്തുക്കൾ ആലോചിക്കേണ്ടത്, അല്ല മാധു, ശ്രീമതി മാധു, നമുക്ക് LDF അധികാരത്തിൽ വരില്ല നിങ്ങളങ്ങോട്ട് തീരുമാനിച്ചോ എന്നൊരു ചോദ്യമെങ്കിലും ചോദിക്കൂ ശ്രീ ജയചന്ദ്ര. ശ്രീമതി മാധു, കൊച്ചി മേയറൊക്കെ ആയതിന്റെ പേരിൽ ചട്ടലംഘനം ഉണ്ടായെന്നും പാർട്ടി നടപടി പ്രകാരമല്ല എന്നും ദീപ്തി മേരി വർഗീസ് വ്യക്തമായി പറയുകയും അവരവരുടെ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തു. പക്ഷെ മറ്റുള്ളവരെ പോലെ ഇറങ്ങിപ്പോകാനും പാർട്ടി മാറാനും അവർ തയ്യാറായില്ല. എന്നിടത്ത് കോൺഗ്രസിന് അവിടെ ഒരു അഭിമാനം ബാക്കിയുണ്ട് എന്നേ ഉള്ളൂ. ശ്രീ N. ശ്രീകുമാർ,
ശ്രീ ജയചന്ദ്രൻ, എന്താണ് LDFന്റെ അണികൾ ഇങ്ങനെ? എവിടെ പോയി LDFന്റെ സൈബർ പോരാളികൾ? എന്തുകൊണ്ടാണ് ഈ ഫേസ്ബുക്ക് പോരുമായി രംഗത്ത് വരാത്തത്? എന്തുകൊണ്ടാണ് CPM ജയിക്കുമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളെ അണിനിരത്തിയുമുള്ള പോരുവിളിയില്ലാത്തത്? പാർട്ടിക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുന്നു കോൺഗ്രസ്. ഞാനീ പറയണ്ട എന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറയിപ്പിച്ച ശ്രീകുമാർ അടങ്ങുന്ന വെച്ചാൽ എന്ത് ചെയ്യും? അത് ഈ എന്നെ ചർച്ചയ്ക്ക് വിളിച്ചത് പിന്നെ ഈ UDFിലെയും LDFിലെയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനല്ല, സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത് ഒരൊറ്റ വിഷയമാണ്. ഈ മുഖ്യമന്ത്രി പദം കാംക്ഷിച്ച് നിൽക്കുന്ന 2-3 പേരുടെ ഈ സാഹസങ്ങൾ, അതിസാഹസം എന്ന് തന്നെ പറയണമല്ലോ, അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. ആ ചർച്ചയിൽ വന്നിരുന്നിട്ട് എനിക്ക് LDFന്റെ സാധ്യതകൾ ഇവിടെ ചർച്ച ചെയ്ത് നിങ്ങളെ ആരെയും ബോധ്യപ്പെടുത്തേണ്ട യാതൊരു കാര്യവുമില്ല, അത്തരം താല്പര്യങ്ങളുമില്ല. എങ്കിലും പിന്നെ ശ്രീകുമാർ ഇങ്ങനെ ആവർത്തിച്ച് നിരാശപ്പെടുന്നത് കൊണ്ട് താങ്കളെ അല്പം സന്തോഷിപ്പിക്കാനായിട്ട് ഞാനൊരു കാര്യം പറയാം. ഈ പിന്നെ 9-ാം തീയതി ഇലക്ഷന് ശേഷം ചില പോസ്റ്റ് പോൾ സർവേകൾ നടന്നല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് 5 പേർക്കും അറിവുള്ളതാണല്ലോ അത്. പക്ഷെ അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത് ലാസ്റ്റ് ഫേസ് ബംഗാൾ ഇലക്ഷൻ 29-ാം തീയതിയാണ്, അതിനുശേഷമേ വരൂ എന്നും അറിയാം. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് അതിൻ്റെ ഒരു പ്രസക്തമായ സംഗതി, ഒരു പോസ്റ്റ് ബോർഡ് അനാലിസിസ് കണ്ടു. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിരുന്നു അത്. പ്രധാനപ്പെട്ട ആൾക്കാർ നടത്തിയതായിരുന്നു. ഞാൻ അതിനകത്ത് കൂടുതലൊന്നും പറയുന്നില്ല, 2 വാചകം മാത്രമേ പറയുന്നുള്ളൂ. ഈ ഫൈനൽ പ്രൊബബിലിസ്റ്റിക് പെർസെപ്ഷൻ എന്ന നിലയിൽ പറഞ്ഞിട്ടുള്ള ഏറ്റവും അവസാനത്തെ കാര്യം മാത്രം. അപ്പോൾ അതിനകത്ത് പറയുന്നത് UDFന് സ്ലൈറ്റ് എഡ്ജ് ഡ്യൂ ടു നാച്ചുറൽ ആൾട്ടർനേഷൻ, പക്ഷേ LDF റീറ്റെയിൻസ് സീരിയസ് വിന്നിംഗ് ചാൻസ് ഡ്യൂ ടു വെൽഫെയർ മെഷേഴ്സ് പ്ലസ് ലീഡർഷിപ്പ്. BJP നത്തിങ്. ഇതാണ് അതിൻ്റെ ഫൈനൽ പേജിൽ പ്രസക്തമായ 2-3 കാര്യം മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ ഈ നിലയിൽ നിൽക്കുന്നുണ്ട്. ഇത് അറിയാമെന്നേ, ഇത് കോൺഗ്രസ് നേതാക്കൾക്കും അറിയാം. പിന്നെ നമ്മുടെ യശ്വന്ത് ദേശ്മുഖ് കഴിഞ്ഞ ദിവസം എന്താണ് പറഞ്ഞത്? വോട്ടറുടെ പിന്നെ സ്ഥാപകൻ അദ്ദേഹം കേരളത്തിലെ പിന്നെ ഇതിനെ അനലൈസ് ചെയ്തത് ഒരു 6% സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് അധികരിച്ചത് UDFനാണ് ഗുണം ചെയ്യുക എന്ന് അദ്ദേഹം കാര്യകാരണ സഹിതം വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളിലേക്കോ അദ്ദേഹം വിശദീകരിച്ച കാര്യങ്ങളിലേക്കോ പോകുന്നില്ല. പക്ഷേ ദേശ്മുഖ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ ഈ ഇത്തരം കാര്യങ്ങളിൽ സോഷ്യോളജിയിൽ പ്രത്യേകിച്ചും അത് എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. അത് എടുക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഇപ്പോൾ എടുക്കേണ്ട കാര്യമില്ല, എടുക്കാതിരിക്കേണ്ട കാര്യവുമില്ല. കാരണം 4-ാം തീയതി റിസൾട്ട് വരും, അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പിന്നെ KC വേണുഗോപാലിനെ പറ്റിയായിരുന്നല്ലോ ആദ്യഘട്ടത്തിലെ പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ ആലപ്പുഴ ജില്ലക്കാരനാണ്, കുട്ടനാട്ടുകാരനാണ്. അമ്പലപ്പുഴയിൽ സുധാകരൻ മത്സരിക്കുന്നു. ഒരു നിരീക്ഷകനെ കണ്ടു, കോൺഗ്രസിൻ്റെ. അവിടെയാണ് വേണുഗോപാൽ ആരാന്നുള്ളതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയും കൂടിയാണത് കേട്ടോ. അദ്ദേഹം രാജസ്ഥാനിലെ ഒരു MLA ആണ്. നിരന്തരം അവിടുത്തെ 195 പിന്നെ ബൂത്തുകളിലും ഇടപെടുന്ന ഒരു MLAയും കൂടിയാണ് ഈ മനുഷ്യൻ. അവിടെ താമസിക്കുകയാണ്. അങ്ങനെ പിന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ മാത്രമല്ല, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വേണുഗോപാലിൻ്റെ മുൻകൈയിൽ മറ്റേ സുനിൽ കനകോലുവിൻ്റെ താല്പര്യാർത്ഥം നിരീക്ഷകരെ വെച്ച് വളരെ പിന്നെ ഗൗരവപൂർണമായ തെരഞ്ഞെടുപ്പ് ഇടപെടലാണ് കോൺഗ്രസ് നടത്തിയത്. ഒരു ശ്രീകുമാറിന് അറിയാമല്ലോ, ഒരു ഇലക്ഷനിൽ ഇടപെടണമെങ്കിൽ, മത്സരിക്കണമെങ്കിൽ ഇപ്പോൾ വരുന്ന കോടികളുടെ ചെലവ് ഒരു മണ്ഡലത്തിലെ, അങ്ങനെ വരുമ്പോൾ ഈ 140 മണ്ഡലങ്ങളിലും ഇടപെട്ട് തന്നെ ചെയ്യണമെങ്കിൽ ഉണ്ടാവുന്ന ഭാരിച്ച വമ്പിച്ച കോടികൾ ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കപ്പെട്ടതല്ലല്ലോ. കോൺഗ്രസിന്റെ ഫണ്ടിങ് സോഴ്സ് എന്താണെന്നുള്ളത് പൊതുധാരണയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അക്കാര്യത്തിൽ ഒരു മേജർ പോർഷൻ ത്രൂ KC വേണുഗോപാലാണ് കേരളത്തിൽ വരുന്നത്. പിന്നെ അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും കൃത്യമായി ഇടപെട്ടു പോകുന്ന ഒരു നേതാവും കൂടിയാണ് വേണുഗോപാൽ. അദ്ദേഹത്തിന് ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ ആരാണ് പറഞ്ഞത് ഞാൻ ഓർക്കുന്നില്ല, പിടിപാറയാണോ പറഞ്ഞ സംശയമുണ്ട്. അദ്ദേഹത്തിന് മറ്റുള്ളവർ MP മാരെ മത്സരിപ്പിക്കാതിരുന്നതിന്റെ കാര്യം അദ്ദേഹത്തിന്
അദ്ദേഹത്തിന്റെ ഇത് പിന്നെ ക്ലെയിം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്നുമില്ല കേട്ടോ, അദ്ദേഹത്തിന് എപ്പോൾ വേണമെങ്കിൽ ക്ലെയിം വെക്കാം. കാരണം ആന്റണി എങ്ങനെയാണ് ഇവിടെ 95 മുഖ്യമന്ത്രി ആയത്? എങ്ങനെയാണ് തിരൂരങ്ങാടി മത്സരിച്ചിട്ട് എങ്ങനെയാണ്? വല്ല ഇതുകൊണ്ടായിരുന്നോ? മുഖ്യമന്ത്രിയായി, അതിനുശേഷം മത്സരിച്ചു, ലീഗിന്റെ ഷുവർ സീറ്റ് കൊടുത്തു, പിന്നെ 10,000 വോട്ടിന് ജയിക്കുകയും ചെയ്തു. 40,000 വോട്ടിന് അത്രത്തോളം വോട്ടിന് ജയിച്ചില്ലേ? അത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ ഇരിക്കൂര് തന്നെ വേണമെന്നില്ല, എവിടുന്നും പിന്നെ കെ സി വേണുഗോപാലിനെ പിക്ക് ചെയ്യാം. ശരി, പക്ഷേ ഇരിക്കൂര് എന്ന് വരെയുള്ള പേരുകൾ വളരെ സജീവമായി വരാൻ മാത്രം എവിഡന്റ് ആയി അത് സംഭവിച്ചു എന്നുള്ളതാണ്. അങ്ങ് പറഞ്ഞതുകൊണ്ട് പറയാം, അച്യുതമേനോൻ 1969 മുഖ്യമന്ത്രിയാകുന്നതും എ കെ ആന്റണി 2 തവണ, അത് 1977-ലും 95-ലും അദ്ദേഹം പിന്നീട് മത്സരിച്ച് നിയമസഭാംഗത്വം ഉണ്ടാക്കുകയുമായിരുന്നു. അപ്പൊ ചരിത്രമുണ്ട് കെ സി വേണുഗോപാലിന് അനുകൂലമായി അപ്പുറത്തു നിന്നും ഇപ്പുറത്തു നിന്നും എന്നുള്ളതൊരു വസ്തുത കൂടിയാണ്. ഞാൻ നേരത്തെ എൻ ശ്രീകുമാറിനോട് ചോദിച്ചതുപോലെ അവസാന നിമിഷത്തിലേക്ക് എത്തുന്ന സമയത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ ജയിച്ചു, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേക്കും കോൺഗ്രസിന് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം, അത് സ്വാഭാവികമായും ഈ മുഖ്യമന്ത്രി റേസിനൊരു ആക്കം കൂട്ടിയോ? അതുകൊണ്ടാണ് എം പിമാരെല്ലാവരും മത്സരിക്കണമെന്നൊരു അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നത്. അത് തിരുത്തപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ പട്ടിക, അതായത് പ്രതിപക്ഷ നേതാവിന്റെ കൈവശമുണ്ടായിരുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടിക അപ്പാടെ തിരുത്തപ്പെടാനുള്ള ഒരു കാരണവും ജയിച്ചേക്കുമെന്ന ആത്മവിശ്വാസം തന്നെയാണോ? അല്ല, ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കയ്യിലെ പട്ടിക അപ്പാടെ തിരുത്തപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ പല മാറ്റങ്ങളുണ്ടായി. അത് കോൺഗ്രസ് ഇത്തവണ ഓരോ ജില്ലകളെ ഓരോ യൂണിറ്റുകളായിട്ട് എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ പത്തനംതിട്ടയിലും ഇടുക്കിയിലും ഒക്കെ സാമുദായിക സമവാക്യം പാലിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഇവിടെ നേരത്തെ ആരോ പറയുന്നുണ്ടായിരുന്നു, കോൺഗ്രസ് ഇത്തവണയും തിണ്ണ നിരങ്ങി, അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുടെയൊക്കെ അഭിപ്രായം ചോദിച്ചു എന്നൊക്കെ. കോൺഗ്രസിന് അങ്ങനെ പറ്റുകയുള്ളൂ. ഇപ്പോൾ CPM-ന് ഇവിടെ 20 മന്ത്രിമാരിൽ 10 നായന്മാരെ മന്ത്രിമാരാക്കാം. ആരും ചോദിക്കില്ല, ആരും പറയില്ല. അത് എനിക്ക് തോന്നുന്നു മറ്റാരോ പറഞ്ഞു, തല ഇഴവ ഉടൽ നായർ എന്നൊക്കെ പറഞ്ഞ് ഏതോ ഒരു ആള് അതിനെക്കുറിച്ച് കമൻ്റ് ഇട്ടത് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ CPM-ന് അങ്ങനെയൊക്കെ ആകാം. പക്ഷേ കോൺഗ്രസിന് ഇവിടെ പലരെയും പ്രീണിപ്പിക്കണം, പലരെയും എന്നല്ല എല്ലാവരെയും ഒരുപോലെ പ്രീണിപ്പിച്ചാൽ മാത്രമേ ഇവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരാറുള്ളൂ. അങ്ങനെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ BJP ഒരു വശത്ത് നിൽക്കുമ്പോൾ അത് അങ്ങനെ അല്ലാതെ മുന്നോട്ട് പോകാനേ പറ്റില്ല എന്നുള്ള കോൺഗ്രസിനെ കുറിച്ച് ആ തരത്തിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് CPM-മായി ഒരു താരതമ്യം എന്ന് പറയുന്നത് എത്ര പോസിബിൾ ആണ്? കാരണം ഈ തീരുമാനത്തിന്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു സാമുദായിക സമ്മർദ്ദമോ അത് സംബന്ധിച്ചൊരു വാർത്തയോ ഒരാൾക്ക് ഉന്നയിക്കാൻ സാധിച്ചിരുന്നോ? അല്ല, അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ VD സതീശനെ നായർ സർവീസ് സൊസൈറ്റിയിലോ വെള്ളാപ്പള്ളിയുടെ വീട്ടിലോ കയറ്റാൻ അവർക്ക് പ്രശ്നമുണ്ട്. ഇപ്പം നായർ സർവീസ് സൊസൈറ്റിയുടെ സുകുമാരൻ നായർ പറഞ്ഞത്, കഴിഞ്ഞ ഇലക്ഷന് 2021 ഇലക്ഷന് NSSന്റെ താലൂക്ക് യൂണിയന്റെ സഹായം ചോദിച്ച VD സതീശൻ അതിനുശേഷം തള്ളിപ്പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ആയപ്പോൾ പറഞ്ഞു, ഞാൻ ഒരാളുടെയും തിണ്ണ നിരക്കാൻ പോയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒറ്റയടിക്ക് അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റിയത് സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെട്ടില്ല. വെള്ളാപ്പള്ളി നടേശന് പണ്ട് തൊട്ടേ VD സതീശനുമായിട്ട് പ്രശ്നങ്ങളുണ്ട്. VD സതീശൻ പാലാ ബിഷപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം ഉണ്ടാക്കാനൊക്കെ നോക്കി. അങ്ങനെ ക്രൈസ്തവ സഭയുമായിട്ട് കുറേയൊക്കെ പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു തീർത്തിട്ടുണ്ട്. തൃശ്ശൂരെ ആർച്ച് ബിഷപ്പ് ഒഴിച്ച് എല്ലാവരും അദ്ദേഹത്തിന് ഓഡിയൻസ് കൊടുത്തിട്ടുമുണ്ട്. മുസ്ലിം സംഘടനകളുമായിട്ട് അദ്ദേഹത്തിനുള്ള പ്രത്യേക ബന്ധം, ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ നടന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് ചെയ്തത്, അതുകൊണ്ട് മുസ്ലിം സംഘടനകളിൽ അദ്ദേഹത്തിന് ഒരു എതിർപ്പുമില്ല. പിന്നെ അദ്ദേഹം പണ്ട് VS അച്യുതാനന്ദൻ ചെയ്ത അതേ കാര്യമാണ് ചെയ്യുന്നത്. പിണറായിക്ക് പാർട്ടിയിൽ കമാൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അച്യുതാനന്ദൻ എന്താണ് ചെയ്തത്? അദ്ദേഹം പാർട്ടിയുടെ പുറത്ത് ബേസ് ഉണ്ടാക്കി. ഇപ്പോൾ സതീശൻ ചെയ്യുന്നത് MLA-മാരില്ലെങ്കിൽ എന്താണ്, അണികളുടെ പിന്തുണ അദ്ദേഹം ആർജിക്കുകയാണ്. കോൺഗ്രസിന് പുറത്തുള്ള കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പിന്തുണ അദ്ദേഹം ആർജിക്കുകയാണ്. അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്നവർ പറയുന്നു അദ്ദേഹം സാമുദായിക നേതാക്കളെ കണ്ടു തിണ്ണ നിരക്കുന്നില്ല. അതിന് മറുവശമുണ്ട്. ആ മറുവശമാണ് ഞാൻ പറഞ്ഞത്, അദ്ദേഹത്തെ NSS-ഉം SNDP അടുപ്പിക്കുന്നില്ല എന്ന്. ആ ഒരു പോയിന്റ് കൂടി എനിക്ക് പറയണമെന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ശ്രീ N ശ്രീകുമാർ, ഇപ്പോ UDF ജയിച്ചാൽ, ഞാൻ അങ്ങനെ ഒരു ക്ലോസ് വെച്ചുകൊണ്ടാണ് കേട്ടോ പറയുന്നത്, UDF ജയിച്ചാൽ അതൊരു വമ്പൻ വിജയം. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ അങ്ങയോട് അനുവാദം ചോദിക്കാൻ PCR-ൽ പറഞ്ഞിരുന്നു. ശ്രീ N ശ്രീകുമാർ ഒന്ന് പെട്ടെന്ന് ഇറങ്ങും, അതുകൊണ്ടാണ് ഞാൻ അങ്ങേക്ക് വരും, വന്നിട്ടേ ചർച്ച അവസാനിപ്പിക്കുള്ളൂ. ഒന്ന് ക്ഷമിക്കില്ലേ? ഓക്കെ. ശ്രീ N ശ്രീകുമാർ, ഈ പ്രതിപക്ഷ നേതാവ് പ്രതീക്ഷിക്കുന്ന പോലെ ഒരു 100 സീറ്റ് വിജയം എന്നുള്ളതൊക്കെ സംഭവിക്കുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വലിയ വെല്ലുവിളി ഉണ്ടാകില്ല എന്ന് തോന്നുന്നു. അതല്ല നമ്മളൊക്കെ വിചാരിക്കുന്നത് പോലെ ഒരു നാരോ മാർജിൻ എന്ന നിലയ്ക്കാണെങ്കിൽ
BJP കൂടി സീറ്റൊക്കെ ഉണ്ട് എന്ന സാഹചര്യം വരികയാണ് എങ്കിൽ അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ എന്ന ഒരു പരിപ്രേക്ഷ്യമൊക്കെ ഉണ്ടാകുമോ? നോക്കൂ, കേരളത്തിലെ ഈ അട്ടിമറി എന്ന് വെച്ചാൽ അത് ഉദ്ദേശിച്ചത് എന്താ എനിക്കറിയില്ല. എന്തായാലും ഒരു തരത്തിലുള്ള അട്ടിമറിയും കേരളത്തിൽ സംഭവിക്കില്ല. രണ്ടാമത്തെ കാര്യം, ടീം UDF എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതൊരു വൻ വിജയമാണ്. ഒരുപാട് നിലപാടുകൾക്ക് കിട്ടിയ അംഗീകാരമാണ്. സതീശൻ്റെ നിലപാട്, രമേശ് ചെന്നിത്തലയുടെ ശൈലി, KC വേണുഗോപാലിൻ്റെ ദേശീയ തലത്തിലുള്ള അംഗീകാരം, ലീഗിൻ്റെ നിലപാടുകൾ, രാഷ്ട്രീയ നിലപാടുകൾ, LDFൻ്റെ രാഷ്ട്രീയ ഇല്ലായ്മ, CPMൻ്റെ നിലപാടുകളിലെ വെള്ളം ചേർക്കൽ, ഇതിനെല്ലാം കിട്ടിയൊരു വോട്ടാണ് ഈ ടീം UDF. അവിടെ കോൺഗ്രസിൻ്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാവും. അല്ല, ഒറ്റ കസേരയേ ഉള്ളൂ. ആ ഒറ്റ കസേര ഒരു മുഖ്യമന്ത്രി ഉണ്ടാവുള്ളൂ. ആ മുഖ്യമന്ത്രി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MLA ആയിരിക്കും, യാതൊരു സംശയവും വേണ്ട. ശരി, ശ്രീ എൻ ശ്രീകുമാർ, വളരെയധികം നന്ദി. അങ്ങ് പിരിയുകയാണ് ഈ ചർച്ചയിൽ നിന്ന്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഞാൻ അതുകൊണ്ടാണ് കേട്ടോ അദ്ദേഹത്തിലേക്ക് പോയ ദൂരം തെറ്റിച്ചെന്നോട് ക്ഷമിക്കണം. ശ്രീ ജോർജ് പൊടിപ്പാറ, നോക്കൂ, പക്ഷെ അപ്പോഴും ശ്രീ ജോർജ് പൊടിപ്പാറ, തിരഞ്ഞെടുപ്പല്ലേ, അതിലെന്തും സംഭവിക്കാമല്ലോ. പ്രത്യേകിച്ച് മാറിയൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് ഇവിടെ. 2000 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന് സീറ്റ് ഗെയിൻ ചെയ്യാൻ, കൂടുതലായി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യവും നിലവിലില്ല. പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഈ പറയുന്ന ഈ മുഴുവൻ സമവാക്യവും മാറ്റിമറിച്ചുകൊണ്ടാണ് കോൺഗ്രസിന് ഒരു എഡ്ജ് ഉണ്ടായത്. അതിന് സമാനമായ വിധിയെഴുത്തുണ്ടാവുകയാണ് എന്ന് തന്നെ വിചാരിക്കുക. ഇനി അല്ല എങ്കിലും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അണികൾക്ക് വേണ്ടേ? എവിടെ നിങ്ങളുടെ മുഖ്യമന്ത്രി, എവിടെ സത്യപ്രതിജ്ഞ ചെയ്തു എന്ന് സാധാരണക്കാരനായ പാർട്ടി പ്രവർത്തകനോട് ചോദിക്കില്ലേ എതിരാളികൾ? ആ നിലയ്ക്ക് അപമാനിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അക്കാര്യം നേതാക്കൾ തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. വേലി തന്നെ വിളവ് തിന്നാൽ. ഇപ്പൊ ഞാൻ മാധവനോട് സിമ്പിൾ ചോദ്യം ചോദിക്കുകയാണ്. അതായത് ഇവിടെ ഈ സംഘടന ഇത്രയും വലിയൊരു, ഇനി UDF ഒരു ഗംഭീര വിജയം നേടുന്നു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 2021 ഒരു അവസ്ഥ ചിന്തിച്ചിട്ട് വേണം 2026 എത്തി നിൽക്കുന്ന ഈ പ്രതീക്ഷയിലേക്ക് എത്താൻ. ഈ 5 വർഷ കാലയളവിൽ ഈ പാർട്ടി എങ്ങനെ ഇതുപോലെ ശക്തമായിട്ട്, ഇനി ജയിക്കോ തോൽക്കോ എന്തോ ആവട്ടെ, ഭൂരിപക്ഷം തലനരയ്ക്ക് നഷ്ടപ്പെട്ടാൽ പോലും ഈ 41 സീറ്റിലേക്ക് മുന്നണിയും 21 സീറ്റിലേക്ക് കോൺഗ്രസും വല്ലാതെ തളർന്നു പോയ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇപ്പൊ ജയിക്കുമെന്ന് എതിരാളികൾ പോലും ഏറെക്കുറെ അംഗീകരിക്കുന്ന, എനിക്കിപ്പോ പെട്ടി വിളിക്കുന്നത് വരെ ഞാനത് പ്രവചിക്കാൻ ആളല്ല, എങ്കിൽ പോലും ഒരു സാധ്യത UDFനുണ്ട് എന്നൊരവസ്ഥയിലേക്ക് എത്തിയത് ചില്ലറ കാര്യമല്ല. അത് ഓരോ സ്റ്റെപ്പും നോക്കിയിട്ടാണ്. അപ്പൊ അതിനകത്ത് VD സതീശൻ അടക്കമുള്ള ചിലർ പറയുന്ന ഒരു പ്രധാന പോയിന്റ് ഉണ്ട്. UDF എന്ന് പറയുന്നത് ഇന്ന് കേവലം അതിനകത്തുള്ള പാർട്ടികളുടെ മാത്രം ഒരു മുന്നണിയല്ല. അതൊരു ബ്രോഡർ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. എന്ന് പറഞ്ഞാൽ 2001 ശേഷം, 2001 വലിയ വിജയം കിട്ടിയല്ലോ, അതിനുശേഷം പതുക്കെ UDF വിട്ടുപോയ ഒരുപാട് സാമൂഹ്യ സംഘടനകളുണ്ട്, ഒരുപാട് ചെറിയ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, മതസംഘടനകളുണ്ട്, ഇവരെല്ലാം പതുക്കെ UDF ആയിട്ട് അകന്നുപോയി. അങ്ങനെ അകന്നുപോയ ഇത്തരം വിഭാഗങ്ങളെയെല്ലാം കൂടെ കൊണ്ടുവരാൻ, ഇപ്പൊ ഉദാഹരണത്തിന് സീറ്റ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും വൈക്കത്ത് സണ്ണി കബിക്കാട്ടിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചല്ലോ. അത് അവസാനം സീറ്റ് കൊടുക്കാൻ പറ്റാതെ പോയി. അത് എന്തുകൊണ്ടാണെന്നൊക്കെ മാധവനറിയാം. അതുപോലെ മറ്റു ഇപ്പൊ പെന്തക്കോസ്ത് വിഭാഗങ്ങൾ പഴയൊരു അവസ്ഥയല്ല, പഴയൊരു രീതിയിലല്ല അവർ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ ദളിത് മൂവ്മെന്റ്, ഗീതാനന്ദൻ വന്നു, ജാനു വന്നു, മാവോജി വന്നു, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒരുപാട് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടന്നിട്ടുണ്ട് മാധു. ഇതൊരു സുപ്രഭാതത്തിൽ നടന്നൊരു കാര്യമല്ല. വെറുതെ യാദൃശ്ചികമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നു, അതിന്റെ പിന്നാലെ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം 2 ഇരട്ടിയും 3 ഇരട്ടിയും ഭൂരിപക്ഷത്തിന് ജയിക്കുന്നു. അതും മാധു ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉപതെരഞ്ഞെടുപ്പുകളുടെ ഘട്ടത്തിൽ ഭരണകക്ഷിയെ മറികടക്കാൻ പറ്റാറുണ്ടോ? എന്തൊരു കഷ്ടപ്പെട്ട ഏർപ്പാടാണെന്നറിയത്. എല്ലാ ഗവൺമെന്റ് മിഷനറികളും എല്ലാ ശക്തി ഉപയോഗിച്ച്, ഇപ്പൊ തൃക്കാക്കര നമ്മൾ കണ്ടതെന്താ, മുഖ്യമന്ത്രി തന്നെ തമ്പടിച്ചു, മന്ത്രിമാരെല്ലാം വീട് കയറി ഇറങ്ങി, എന്നിട്ടും അവിടെ UDFന് ജയിക്കാൻ കഴിഞ്ഞു. യാദൃച്ഛികമല്ല അത്. അപ്പൊ ഇതിനകത്തൊരു ഇലക്ഷൻ മാനേജ്മെന്റ് കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്തു ഒടുവിൽ എത്തി നിൽക്കുന്ന ഒരു ക്ലൈമാക്സ് ആണ് ഇപ്പോ UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടുന്നു. അതൊരു ആന്റി ക്ലൈമാക്സ് ആക്കാൻ ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തരവാദപ്പെട്ട ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. ശരി, ഓക്കെ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. കോൺഗ്രസിലെ കസേര രാഷ്ട്രീയം അതിന്റെ എല്ലാ പരിധികളും ലംഘിച്ച് പുരോഗമിക്കുകയാണ് എന്നിടത്താണ് ഈ കൗതുകം. അത് റീലുകളായി, അത് പോഡ്കാസ്റ്റായി, അത് പുസ്തക പ്രകാശനമായി, അത് ഡോക്യുമെന്ററി നിർമ്മാണമായി പുരോഗമിക്കുകയാണ്. എന്തായാലും 4-ാം തീയതി വരെ കാക്കാൻ പോലും തയ്യാറല്ല നേതൃത്വം എന്നതാണ് കൗതുകകരം.
ഡിബേറ്റ് വിത്ത് മാധു സജി